നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയുടെയും നെടുവത്തൂർ കിള്ളൂരിന്റെയും സാംസ്കാരിക ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് അത്യാധുനിക തിയേറ്റർ സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ സവിശേഷമായ ഇടപെടലിലൂടെയാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് കിള്ളൂരിൽ ഈ ബൃഹത്തായ പദ്ധതി ഉയരുന്നത്. മലയാള സിനിമയിലെ ഇതിഹാസങ്ങളായ കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് മുരളി എന്നിവരുടെ സ്മരണാർത്ഥം അവരുടെ നാമധേയത്തിലുള്ള 2 ആധുനിക തിയേറ്ററുകളും സാംസ്കാരിക കൂട്ടായ്മകൾക്കായി ഒരു മിനി ഓഡിറ്റോറിയവുമാണ് ഇവിടെ ഒരുങ്ങുന്നത്. ദീർഘകാലത്തെ ജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്നലെ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. നാടിന്റെ സാംസ്കാരിക ഉന്നമനത്തിന് വൻ കുതിപ്പേകുന്ന ഈ സമുച്ചയം കൊട്ടാരക്കരയുടെ വികസന ചരിത്രത്തിലെ പുതിയൊരു നാഴികക്കല്ലായി മാറും. എൻ്റെ ഗുരുനാഥൻ കൃഷ്ണൻ നായർ സാറിനോടൊപ്പം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്ത് അദ്ദേഹവുമായി ഒരുപാട് പടങ്ങളിൽ സഹകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അന്നത്തെ അദ്ദേഹത്തിനോടുള്ള അദ്ദേഹത്തിന് സിനിമയോടുള്ള ഒരു സമീപനവും ഒക്കെ അന്നേ ഞാൻ മനസ്സിലാക്കിയാണ്. അതുപോലെ തന്നെ ശ്രീ മുരളി എൻ്റെ 2-3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഈ വീഡിയോ വാളിൽ ഒരു വീഡിയോ ഓടുന്ന ഞാൻ കണ്ടു. അതിൽ ആദരണീയനായ മന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഈ നാടിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും സിനിമാ പ്രവർത്തകരോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനവും സ്നേഹവും ഒക്കെ അദ്ദേഹം മനസ്സിൽ കണ്ടുകൊണ്ട് വാസ്തവത്തിൽ ദേശീയ തലത്തിൽ സിനിമയ്ക്ക് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാർവദേശീയമായ അതൊരു ഇപ്പോഴും കണ്ടാലും പുതുമ തുടിക്കുന്ന ഒരു ചിത്രമാണ്. അതുൾപ്പെടെ ഏറ്റവും ഇപ്പോഴത്തെ കുട്ടികൾ 3D കാണുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തൻ, ആദ്യത്തെ 3D ചിത്രം, അതിനുൾപ്പെടെ ഉള്ള കൊട്ടാരക്കര ശ്രീധരൻ നായർ സാർ അദ്ദേഹത്തെ പോലെ ബഹുമാനായ ഒരു ചരിത്രകാരൻ്റെ നാടാണ് ഈ നാട്. ശക്തിയുടെ പ്രതീകമായ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞു നിന്ന ഭരത് മുരളി, ഇവർ രണ്ടും ഭരത് അവാർഡിന് മേടിച്ചവരെന്ന നിലയിലാണ്. എന്നാൽ നിറഞ്ഞു നിന്ന ശ്രീ ബോബി കൊട്ടാരക്കരയെ പോലെയൊക്കെ കൊട്ടാരക്കരയുടെ പേര് എടുത്തു പറയുന്ന ധാരാളം സിനിമാ താരങ്ങൾ നമുക്കുണ്ട്. KP കൊട്ടാരക്കരയെ പോലെയുള്ള നിർമ്മാതാക്കൾ എടുത്തു പറഞ്ഞാൽ ഓരോ പേര് പറഞ്ഞാൽ വിട്ടുപോകും എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അങ്ങനെ വർത്തമാനകാല സിനിമയിൽ മാത്രമല്ല, കഥകളി രംഗത്ത് കഥകളി എന്ന രൂപം ഉണ്ടാക്കിയതിൻ്റെ ആധാരം കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളിയുടെ ആദിമരൂപമായ രാമനാട്ടം കൊട്ടാരക്കരയിലാണ് രൂപപ്പെട്ടത്. ഇങ്ങനെയെല്ലാമുള്ള ഒരു ചരിത്രമുള്ള സ്ഥലത്ത് കഥകളിയുടെ തന്നെ വേണ്ടത്ര സ്മരണ നിലനിർത്താനുള്ള കാര്യങ്ങളില്ല. ഇപ്പം കഥകളി പഠന കേന്ദ്രത്തിന് വേണ്ടി നമ്മൾ പണം വെച്ചിട്ടുണ്ട്, മ്യൂസിയം ഉണ്ടത് വേണ്ടത്ര ഇനിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ചലച്ചിത്ര രംഗത്ത് നേരത്തെ ധാരാളം തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ തിയേറ്ററുകളിൽ തിയേറ്റർ ഉണ്ടാകുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ നമുക്കിവിടെ ഈ കിടക്കുന്ന സ്ഥലം 2 ഏക്കറിലധികം സ്ഥലമുണ്ട്. ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഈ സ്ഥലത്തെ സംബന്ധിച്ചു. സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. 2 വർഷത്തെ ശ്രമത്തിനൊടുവിലാണ് ഈ സ്ഥലം നമുക്ക് സാംസ്കാരിക വകുപ്പിന് കിട്ടിയത്. ഏറ്റവും മനോഹരമായ ഏറ്റവും നന്നായ ഒരു സ്ഥലമാണ്. 2 പഞ്ചായത്തുകളുടെ സെൻ്ററാണ് ഇത്. വാസ്തവത്തിൽ നെടുവത്തൂർ പഞ്ചായത്താണെങ്കിലും തൊട്ടപ്പുറം കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ റോഡിനകത്ത് കൊട്ടാരക്കരയിലെ ജില്ലയിലെ പല സ്ഥലത്തൊന്നും ആൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല MC റോഡിൻ്റെ NH-ൻ്റെ സൈഡാണ്. ഇവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്. എല്ലാം ഉള്ള ഈ സ്ഥലമാവുന്ന നല്ലതെന്ന് തീരുമാനിച്ചു. അങ്ങനെ 3 സ്ക്രീനുള്ള ഒരു പദ്ധതിയാണ്. 3 സ്ക്രീൻ ഞാനിപ്പോൾ പറഞ്ഞത് വെറും സ്ക്രീൻ മാത്രം പോരാ, ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പോൾ IT പാർക്കിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. IT പാർക്ക് ഒരു സങ്കല്പമല്ല, ഇതൊന്നും പറയുന്ന പേപ്പറിലുള്ള സാധനമല്ല. സോഹോയുടെ IT പാർക്ക് ഇവിടെ വന്നു, അവിടെ ആൾ വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇപ്പോൾ വർക്ക് നിയർ ഹോം വന്നു. അത് രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഇനി IT പാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ കഴിഞ്ഞ ദിവസം എഴുകോണിലാണ് ഡ്രോൺ റിസർച്ച് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് തുടങ്ങുന്നതിന് ക്ലാസ് തുടങ്ങി. നമുക്ക് IHRD കോളേജിൽ പുതിയ ഡിഗ്രി കോഴ്സ്, ആദ്യമായിട്ട് നഴ്സിംഗ് കോളേജ്, ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും അല്ലാതെയൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം വരുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ വേണം, സാംസ്കാരിക കേന്ദ്രങ്ങൾ വേണം. ഇതെല്ലാം പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 2 നില 2 അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സെന്ററും ഗ്രൗണ്ട് ഫ്ലോറും 3 നിലകളിലൂടെ കൂടി ചേരുമ്പോൾ 6 നിലകളുള്ള സിനിമ കോംപ്ലക്സ് ആണ് ഇവിടെ രൂപപ്പെടാൻ പോകുന്നത്.
ഈ കാണുന്ന മുഴുവൻ മണ്ണും ഇത് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്ത് വരുന്ന സംവിധാനങ്ങൾ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് സിനിമ എടുത്തു പോകുന്ന വലിയ ബിരുദന്മാരുള്ള നാടാണ് നമ്മുടെ നാട്. എയുടെയും അതോടൊപ്പം തന്നെ AVGCXR, ആനിമേഷൻ, വിഷ്വലൈസേഷൻ, ഗെയിമിംഗ്, കാർട്ടൂൺ, അതിന്റെ എക്സ്റ്റൻഡ് റിയാലിറ്റിയായി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് സിനിമ അതിന്റെ ദൃശ്യവിസ്മയം തീർത്ത് കടന്നു പോകുന്നത് എന്ന് നമുക്ക് എവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ AVGCXRന്റെ ഒരു വെർച്വൽ റിയാലിറ്റി സ്റ്റുഡിയോ ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ സിനിമ മ്യൂസിയം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കഫറ്റീരിയ ഉണ്ടാവും, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ടാവും, ഡബിംഗ് സ്റ്റുഡിയോ ഉണ്ടാവും, ഗെയിമിങ്ങിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാവും, കാർ പാർക്കിങ്ങിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്ക്രീനുകളെല്ലാം തന്നെ 4K ഡിജിറ്റൽ അറ്റ്മോസ് തിയേറ്ററിലുള്ള സംവിധാനമായിരിക്കും, ഡോൾബി സൗണ്ട് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ തിയേറ്ററിനകത്ത് ഇരിക്കാൻ പോകുന്ന സീറ്റിനെ വരെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എർഗോണമിക്കലി ഡിസൈൻഡ് സീറ്റ്സ് ആണ് വരാൻ പോകുന്നത്. അതായത് ഒരു മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന സൗകര്യത്തോടുകൂടി, കംഫർട്ടോടുകൂടി ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റിംഗ് സംവിധാനം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് ഈ സംവിധാനം വരുന്നത്. കോസ്റ്റിക്സിന്റെയും അതോടൊപ്പം തന്നെ എയർ കണ്ടീഷന്റെയും ഏറ്റവും നൂതനമായ സംവിധാനവും ഈ തിയേറ്റർ കോംപ്ലക്സിനകത്ത് ഉണ്ടാകും എന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ തിയേറ്റർ ഇവിടെ വന്നു ചേരുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ഇതിനകത്ത് ചുറ്റുവട്ടമുള്ള സൗകര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തിയേറ്റർ വരുമ്പോൾ ഏത് വികസന പ്രവർത്തനത്തോടൊപ്പം ചേർത്ത് നിൽക്കേണ്ടതാണ് വിനോദ മേഖലയും എന്ന തിരിച്ചറിവാണ് ഈ തിയേറ്റർ ഇവിടെ രൂപപ്പെടാനായിട്ട് കാര്യം. അതിന്റെ ഭാഗമായി സാമൂഹികവും സാമ്പത്തികവും വ്യാവസായികവും സാംസ്കാരികവുമായ ഒരു ഉന്നമനത്തിലേക്ക് ഈ നാടിനെ ആകെ നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രം കൂടിയായി ഈ മൾട്ടിപ്ലക്സ് സിനിമാ കോംപ്ലക്സ് മാറും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇതെല്ലാം തന്നെ ഈ ഡിസൈൻ തന്നെ 2ഓ 3ഓ പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് മാറ്റി വരപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളിത് പണിയുന്നു, നടത്തുന്നു എന്നുള്ളത് കഴിച്ചാൽ ഈ സിനിമാ കോംപ്ലക്സിന്റെ സംവിധായകരും തിരക്കഥയും സംഭാഷണവും എല്ലാം നിർവഹിച്ചിട്ടുള്ളത് ശ്രീ ബാലഗോപാൽ സാർ തന്നെയാണ്. അദ്ദേഹം ഒരു സ്മാരകം പണിയുവാൻ കുറേ വർഷങ്ങളായി കൊട്ടാരക്കരയിലെ സിനിമാ സ്നേഹികളും അതുകൊണ്ട് തന്നെ സാംസ്കാരിക പ്രവർത്തകരും എല്ലാം തന്നെ പലതരത്തിൽ ആവശ്യപ്പെട്ടിട്ടെങ്കിലും നടക്കാതെ പോയതാണ്. ഞാനും KSFDC ഡയറക്ടറായിരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും എല്ലാം നടന്നു. അവസാന റവന്യൂവിന്റെ ഭാഗത്ത് നിന്നൊക്കെ ചില പ്രശ്നങ്ങൾ കാരണമാണ് അത് നടക്കാതെ പോയത്. അത് ആ മനുഷ്യന്റെ മഹാനടനായ കൊട്ടാരശ്ശേരിനാട് ഓർമ്മകൾ നിലനിൽക്കാനാണ് നമ്മൾ ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത് നമ്മുടെ ഭരത് മുരളി, രണ്ടുപേരും കൊട്ടാരക്കരക്കാരാണ്, കൊട്ടാര താലൂക്കിലാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയില് ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിലേക്ക് ലോകോത്തര സിനിമയിലേക്ക് കടന്നു കയറിയ 2 മഹാനായ നടന്മാരുടെ ഓർമ്മ നിലനിർത്താനാണ് നമ്മൾ ഈ സ്മാരകം ഇവിടെ പണിയുന്നത്. ആ പേരുകൾ എന്നും നമ്മുടെ കൊട്ടാരക്കരയിലും അതോടൊപ്പം തന്നെ കേരളത്തിലും നിലനിർത്തത്തക്ക തരത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ MLA മന്ത്രിയുമായ ബാലഗോപാൽ ഇതിന് ഒരു രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിക്കുകയും പല പ്രാവശ്യം കൊട്ടാര ശ്രീനാർ ഫൗണ്ടേഷൻ അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ഫിലിം സൊസൈറ്റി അടക്കമുള്ള സംഘടനകൾ എത്രയോ പ്രാവശ്യം പ്രമേയങ്ങളൊക്കെ പാസ്സാക്കി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും നടക്കാതെ പോയതാണ്. നമ്മുടെ പുതിയ MLA ആയി വന്നു, നമ്മുടെ മന്ത്രിയായി 5 വർഷം പൂർത്തീകരിക്കുന്നത് നമ്മുടെ ബാലഗോപാൽ സംബന്ധിച്ച്. അദ്ദേഹത്തെ പറഞ്ഞ ഷാജിൻ കരുൺ, പഴയ KSFDC ഡയറക്ടറായിരുന്ന ഷാജിയൻ കരുൺ, അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ വീക്ഷണമുള്ള മനുഷ്യനാണ്. നമുക്കെല്ലാം അറിയാം, ലോകോത്തര സിനിമകൾ നിർമ്മിച്ച് സംവിധാനമായിട്ടുള്ള ഷാജിയൻ കരുണ്ട്. ഇവിടെ സംബന്ധിച്ച് ഈ ഭൂമിശാസ്ത്രമെല്ലാം അറിയാവുന്നതാണ്, അദ്ദേഹം കടത്തറക്കാരനാണ്. അതുകൊണ്ടാണ് നമ്മുടെ മന്ത്രി പോലും പറഞ്ഞത് ഈ കുന്നിന്റെ മുകളിലെല്ലാം കയറാൻ കഴിയുന്നത് അദ്ദേഹം കൊട്ടാരക്കരയുമായി ഒരുപാട് ബന്ധമുണ്ട്, എഴുകോളനുമായി ഒരുപാട് ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഭൂമിശാസ്ത്രം അദ്ദേഹത്തിന് അറിയാവുന്ന. അതുകൊണ്ടാണ് നമ്മുടെ കിള്ളൂർ ജംഗ്ഷനിലെ ഈ വലിയ വിശാലമായ ഈ കുന്ന്, നമുക്കെല്ലാവരും നമ്മുടെ കൊച്ചുനാളിൽ കൊച്ചു പ്രായത്തിൽ വലിയ കുന്നായിരുന്നു, പിന്നെ കുറെ മണ്ണെടുത്ത് മാറി
എങ്കിലും അതിന്റെ പ്രകൃതി സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമാ കോംപ്ലക്സ് പണിയണമെന്നത് അദ്ദേഹത്തിന്റെ കൂടി ആഗ്രഹമായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് നിരവധി സംഭാവന നൽകിയ ഷാജൻ കരന്റെ കൂടി ആവശ്യപ്രകാരമാണ് നമ്മുടെ പ്രകൃതിക്ക് അനുസൃതമായി നമ്മുടെ ഈ കോംപ്ലക്സ് വരുന്നത്. പലപ്പോഴും നമുക്ക് മിക്കവാറും കേരളത്തിലെ